ആഴ്ചമാത്താ നിങ്ങളുടെ പാത്രം കഴുകാ ഞങ്ങളോടൊക്കെ നോക്കി കുട്ടികളൊന്നും ഇവിടെ ഇല്ലേ? പെണ്ണോ ഓല് ഇവിടെ ഇല്ലടി. നസീമ സിദ്ദീഖും കൂടി ബീച്ചിക്ക് പോയതാ. എന്നെ കൊറേ വിളിച്ചു, ഞാൻ പോയില്ല. അല്ല ആശ്വാസാ നിങ്ങൾക്ക് പോയിക്കൂടായിരുന്നില്ലേ? എന്നും ഇങ്ങനെ പാത്രം മുറി ഇരുന്നാ മതി, ഇടക്കൊക്കെ ഒന്ന് ബീച്ചൊക്കെ കണ്ടൂടെ? ഞാൻ കൊറേ കടല് കണ്ടതാ പെണ്ണോ, നിങ്ങളൊക്കെ ഒന്ന് കാണി. ഇജ്ജ് വെറുതെ വന്നാ നോക്കി ആഴ്ചത്താ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ വന്നേനു. മിന്നാന്ന് എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടേന്ന് വെച്ച് പറഞ്ഞല്ലോ. ഇജ്ജ് പോയില്ലേ? എന്നിട്ട് എന്തേ? ഒന്നുമില്ലാന്ന്. ഞാൻ അവിടെ നിങ്ങളെ ആങ്ങളുടെ മോനെ കണ്ടീനു. അവന്റെ കല്യാണൊക്കെ ഇപ്പൊ കഴിഞ്ഞാ? ഈ പങ്കിട്ട പരിപാടി തുടങ്ങിയാ? ഓന് 40-45 വയസ്സായില്ലേ. ഓനെ കല്യാണം ഉണ്ടാവൂല. എന്താ നിങ്ങൾ പറയണേ? ഞാൻ ബ്രോക്കർ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ എനിക്കുണ്ട് ഒരു മൂത്തമ്മാന്റെ മോള്, ഓളെപ്പോഴും കെട്ടിച്ചിട്ടില്ലാന്നേ. അപ്പൊ ഓനെങ്ങനെ കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞ എല്ലാരോടും നമുക്കൊന്ന് ആലോചിച്ചാലോ ഒന്ന്. അപ്പൊ നിങ്ങൾ ആങ്ങളുടെ മോനല്ലേ, അപ്പൊ ഇങ്ങോട്ടൊന്ന് ചോദിക്കാച്ചിട്ട് ഞാൻ വന്നതേന്. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാ. പിന്നെ എന്റെ മൂത്തമാന്റെ മോള് ഓനെ കല്യാണ പേരെന്ന് കണ്ടാ? ഓനെ കണ്ടപ്പോ തന്നെ ഞാൻ ഓൾക്ക് കാട്ടിക്കൊടുത്ത്. ഓൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഓൾക്ക് പറ്റിയേക്കണേ. ഇനിയിപ്പോ ഓളെ വാപ്പാനോടൊക്കെ പറയണേ നിങ്ങളോട് ചോദിച്ചിട്ട് വേണ്ടേ, അതാ ഞാൻ ചോദിക്കാൻ വന്നേ. നോക്കി ഞാൻ ഈ ഡ്രസ് ഇട്ടാ പോരെ? ഇത് മാറ്റണോ? എത്ര ബട്ടപ്പറ്റി ഓരോന്ന് ഇങ്ങനെ മാറ്റി കാണിച്ചു തരണ്ടേ? ഇതൊന്ന് മേ അറിഞ്ഞിക്ക. 10:30 മണിക്ക് അവിടെ എത്തണം കല്യാണത്തിന്. നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ കാലത്ത് അവിടെ എത്താഞ്ഞിട്ടാ. കല്യാണത്തിന്റെ ആൾക്കാരെന്നെ അവിടെ എത്തിയിട്ടുണ്ടാവില്ല. ഞാനൊന്ന് നല്ലോണം ഒന്ന് ഒരുങ്ങട്ടെ. നിങ്ങൾ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ വർഗം ഒരുങ്ങാൽ തീരൂല. ഇജ്ജ് പോന്നാ. ഞാൻ എന്റെ സാരിക്ക് പറ്റിയൊരു ചെരുപ്പും കൂടി എടുത്താട്ടെ. അബ്ബാസേ ഓല്ലടാ. താത്താന് കഴിഞ്ഞോ? ഓള് വന്നോളും. ചെരുപ്പ് എടുക്കാൻ പോയതാ. അല്ലടാ അനക്ക് വാങ്ങിയ ആ സ്കൂട്ടി എങ്ങനെയുണ്ട്? അത് നല്ല വണ്ടിയാണ് ആചാരെ. ഒഴിവിനനുസരിച്ച് അന്റെ ഇപ്പാക്ക് സ്കൂട്ടി വിടലൊന്ന് പഠിപ്പിച്ചു കൊടുത്താളെ. അയാൾക്കും ഉണ്ടാവുമല്ലോ പൂതി. ഇപ്പാക്ക് ഇപ്പൊ ഇനിയിപ്പൊ ഡ്രൈവിംഗ് കളിപ്പിച്ചാൽ നിന്നാലേ അത് എവിടെയൊക്കെ കൊണ്ടുപോയിക്കാണ്ട് കൊട്ടി പടഞ്ഞാൽ കജ്ജാ കാല കേടുവരും. അതൊക്കെ ഒരു പണിയാണ് ആചാരെ. കാരിക്കടി പോല ആ എല്ലാം തിന്നടി. എനിക്ക് ആ തോലൊടിച്ചതിന് ശേഷം പറ്റ അയക്കാണ്. എത്തും മാണ്ടേനെ എനിക്ക്. ഇതപ്പോ ആട് നോക്ക. ആ മാമുട്ടിയാ ഇങ്ങോട്ട് വാജേ. അല്ല ഇവിടെ കടക്കാൻ വെക്കുവാ. ആയിക്കോട്ടെ പോരാ. തിന്നാണ്ടില്ലേ? എത്തപ്പ തോലൊടിച്ചേക്കണം. തോറലുണ്ടായിരുന്നു. ഞാൻ ആ മൃഗാസത്തിരി കൊണ്ടുപോയിക്കാണ്ടേ കുറച്ച് മരുന്ന് കൊടുത്തിരുന്നു. ഇപ്പൊ പേരൊക്കെ ഉണ്ട്. ഇന്നിപ്പോ ഒരു ഒലർച്ച ഉണ്ട്. അതാ ഞാൻ അസംസ്കാരം കഴിഞ്ഞേക്കിന് വന്നുകാണ്ടൊന്നും വിട്ടതാണ്. പെരിയിൽ കെട്ടിട്ട് തിന്നാൻ കൊടുത്താലൊക്കെ ഒരു കഥയാണ്. ഇന്നെ കൊണ്ട് ഇപ്പൊ ഈ ഇല ഇതൊന്നും കൊണ്ടുവരാനും വെച്ച. അല്ല നാക്കാലികളൊക്കെ ഒന്ന് ഒഴിവാക്കിന്നില്ലേ? ശ്വാസം മുട്ടലാണ് വെജാന്നൊക്കെ പറഞ്ഞുകാണ്ട് എന്തിപ്പോ രണ്ടാമട്ടം വാങ്ങി? പൊന്നാരടാ കൂടടങ്ങാൻ കാര്യമായി കെടുക്കല്ലേ. കൊലയും ഇരുന്നുകാണ്ട് അയക്കൊന്ന് നോക്കുമ്പോളേ വല്ലാത്തൊരു സങ്കടമാണ്. അപ്പൊ ഞാന് ഒരു 2 കൊടുന്നതാണ്. നബീസുനെ കുറെ ചീത്ത അറിഞ്ഞു. എന്നാലും ഇതിങ്ങനെ പെരിയിലുണ്ടായിക്കാണ്ടില്ലാതാവുമ്പോഴേ ഒരു ഇടങ്ങാറാണ്. അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. പിന്നെ നബീസുവിനെ ഇതിനെ വെച്ചാൽ നടക്കുക ഒഴിവുണ്ടാവില്ല. പെരിയുടെ പണിന് എമ്പാടുണ്ടാവുമല്ലോ. അല്ല ഞാൻ കാര്യം ചോദിക്കണം എന്ന് വെച്ചിട്ടിങ്ങനെ എപ്പോഴും കരുതും. ഇന്റെ വല്യോന്റെ ഒപ്പമുള്ള ആളപ്പം നിങ്ങളെ ചെക്കം അബ്ബാസ് ഓൻ കല്യാണം നോക്കണേ. പൊന്നാറിൻ്റെ ഇട ഓനേ വയസ്സൊക്കെ 42 ആയിക്കണു. ഓനും ഒരു കൂട്ടല്ല, ഞാനും അതിന് മുതിർന്നിട്ടില്ല. 3 ഇറക്കി വെച്ചില്ലപ്പോൾ പെരിന്ന്. അപ്പോൾ 3-മത്തോളം ഒപ്പം ആണ്ടും കൊണ്ടൊരു കല്യാണം വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓനത് മാണ്ടായിരുന്നു. ഒക്കെ ഓൻ്റെ കൈമന്ന് കിട്ടിയിട്ട് മാണ്ടേ ഇതിനൊക്കെ ചിലവ് നടത്താൻ. അതുകൊണ്ട് അങ്ങനെ ബഗിയതാണ്. ഇപ്പം പറയുമ്പോൾ ഓൻ പറയും നീ പിന്നെ നോക്കപ്പാ എന്നൊക്കെ പറയും. അത് ശരിയാണ്. ആദ്യത്തോളപ്പം നിങ്ങൾ ദുബായിലുള്ള മേത്താണിപ്പോൾ കെട്ടിച്ചത്. പിന്നെ ഇപ്പം ആ 2 പെൺകുട്ടികളെ ഓൻ തന്നെ എളുപ്പം ഇറക്കി വെച്ചത്. ഓൻ്റെ ഒരു കജ്ജോന്ന് കിട്ടിയിട്ടല്ല. ഇല്ലേ സംഗതി പോകാൻ തീരുന്നല്ലോ. ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയൊക്കെ ഇപ്പൊ അവകാശം ഉണ്ടല്ലോ, അങ്ങനെ നോക്കാലോ. ഇനിയിപ്പോ നോക്കണടാ. ഇനിയിപ്പോ അതിനനുസരിച്ചൊരു പെണ്ണൊക്കെ ഓന് കിട്ടും വേണ്ടേ. പിന്നെ ഇപ്പൊ അതിൻ്റെ ഇടയിൽ പോൻ്റെ പെങ്ങന്മാരെ പേറും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെയും കുറെ ചെലവുണ്ട്. പിന്നെ ഇപ്പൊ ആചാര്യടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടേണ്ടതായിട്ടല്ല പോൻ്റെ കാര്യങ്ങൾ ചെജ്ജേണ്ടത്. ആചാര്യം ആ കുട്ടികളെ കല്യാണത്തിന് കുറെ സഹായിച്ചേക്കണു കേട്ടോ. അതും പറയാതിരിക്കാൻ പറ്റൂല. അല്ല പെങ്ങന്മാരൊക്കെ ഇപ്പൊ കെട്ടിച്ചയച്ചില്ലേ? അപ്പൊ ഓലെ മാപ്പാര് നോക്കൂലേ? ഓലെ പേറും ചെലവൊക്കെ അതിപ്പോ വേണം ഓ നോക്കുക. അതിന്റെ കഥ ഒന്നും പറയണ്ടടാ. വലിയ 2 മരക്കളെ കൊണ്ടേ വലിയ സുയിപ്പൊന്നുമില്ല. ഓല അല്ലലും പിരിയേറ്റ് അങ്ങനെ പൊയ്ക്കോളും. ചെറിയോളെ
ഞാൻ ഒരു മൂലവരെ കൊണ്ടാണ് കെട്ടിച്ചേക്കേണ്ടത്. ഓന് 9:30 വരെ മദ്രസ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വേറെ പണിക്കൊന്നും പോവില്ല. അവിടുന്ന് 7,500 ഉറുപ്പ്യേറ്റ ഓന് കിട്ടുന്നുണ്ട്. അതേറ്റ് ചെലവഴിച്ചണ്ടേ. ഓൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടുന്ന് ചെജ്ജാണ്. ഓനോട് ഇന്നാൾ ഞാൻ പറഞ്ഞു വല്ലൊരു ഓട്ടോസൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഓടിക്കടാ. മൂലയന്മാരൊക്കെ 9:30 മദ്രസ ഇട്ടാൽ ടെക്സ്റ്റൈൽസിലൊക്കെ ഒരു പണിക്ക് പോവും. ഇവ അതിനും പോവില്ല. ഓൻ്റെ പെണ്ണുങ്ങൾക്ക് ഇപ്പം 8ാം മാസം 5ാമത്തെ പള്ളിയിലാണ്. കുട്ടികളൊക്കെ ഒരു 1.5 വയസ്സിൻ്റെ ഗ്യാപ്പുള്ളൂ. എൻ്റെ മയമുട്ടിയെ ഓന് അതിന് ഒരു ഒഴിവുള്ളൂ. പണിക്ക് പോകാൻ മടി തുടങ്ങിയാലേ മൂല്യന്മാരെന്നല്ല ഇപ്പൊ എത്ര എണ്ണുണ്ട് അറിയങ്ങള്. ഓരോരോ പിന്നെ അങ്ങാടിയിലൊക്കെ കാണാം മൂലക്ക് ചെറിയൊരു വെച്ചിട്ടുണ്ടായിക്കാണ്ട് കാരം ബോർഡ് കളിച്ചതിനാണ് ഒന്നാണ്ടി പോകുന്ന മനുഷ്യന്മാർ. നമുക്കൊക്കെ ആലോചിച്ചുമ്പോൾ ഒരു മേത്തേക്ക് ഒരു ഇത് കാണും. അങ്ങനത്തെ കുതിരളിയും കാര്യങ്ങളൊന്നും ഓനില്ല. പിന്നെ മൂലേരും അല്ലേ ഈ സംഘടനൻ്റെ എന്തൊക്കെ വാൾ പോസ്റ്ററൊക്കെ ഉണ്ടല്ലോ, അത് ഒട്ടിച്ചാൽ നടക്കും. ഈ മദ്രസ വിട്ടെന്നാ അത് പാതിരരെ അതന്നെയാണ് പണി. അല്ലാതെ വേറൊരു പണിക്കും പോവില്ല. അയിമന്ന് പെത്തും കിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിലേ ഇപ്പൊ ഇതിപ്പോ 8ാം മാസമല്ലേ, ഈ പ്രസവത്തിലേ വേറാണ് നിർത്തിക്കാളി. കുട്ടിക്ക് ഇപ്പൊ നല്ല ആരോഗ്യം ഉണ്ടാ പെണ്ണിന്? ആരോഗ്യക്കുറവൊന്നും ഇല്ലടാ. എൻ്റെ കുട്ടികളൊക്കെ അത്യാവശ്യം ആരോഗ്യമുള്ള കുട്ടികളാണല്ലോ. ആ 4ാമത്തെ പേര് പറ്റപ്പോൾ തന്നെ ഞാൻ ആസത്തിരി ഓനോട് പറഞ്ഞു ഇതിലാണ് നിർത്തല്ലടാ. അപ്പോൾ ഓൻ പറഞ്ഞു അതൊന്നും ഞമ്മക്ക് പാടില്ല പറഞ്ഞു. മത്താനം പറഞ്ഞു നിൽക്കല്ല, മറിയാമ്മ ഒന്നുകൊണ്ട് സാധനത്തിന് പറഞ്ഞാച്ച പീടിക്ക്. ഞാൻ അങ്ങനെ പോട്ടെ. ആടുകളൊക്കെ പള്ളാന്നല്ല. ഞാൻ പിന്നെ ഇതാണ്ട് ഒഴിവാക്കിയതാണ് കുട്ടികളെ ചീത്താറിട്ട്. ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. അല്ല സാനുപ്പാ, ഇന്നലെ വൈകുന്നേരം ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടായല്ലോ, ഇജ്ജെന്ത് പറഞ്ഞപ്പോ? ഇന്നലെ മെമ്പർ എന്നോട് പറഞ്ഞിരുന്നു ഇന്നലെ രാത്രി ആബിദ് വിളിച്ചിട്ടുണ്ട് ക്രിക്കറ്റ് കളിച്ചാൽ ടർഫ് പോയാലെന്ന്. അപ്പം ഞാനാണ് പോയതാണ്. ഓനാണ് ഈ പേരും കൂടി ഒന്നുമില്ല, ഓൻ ക്രിക്കറ്റ് കളിച്ച് നടക്കില്ല. പിന്നെ എന്തിനാ ഇന്നലെ ആ കമ്മിറ്റി വിളിച്ചത്? എന്നോട് മെമ്പർ അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലേ? നമ്മൾ ഈ ഇരിക്കണ ഈ കുണ്ടിലില്ലേ, ഇവിടെ കള്ളും കഞ്ചാവും വിൽക്കലും കൊടുക്കലും പുറത്തുനിന്ന് ആള് വരലും വാങ്ങലും ഒരു കഥയാണ്. ഇവിടെയുള്ള പെരക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെതിരായിട്ട് മെമ്പർക്ക് ഇപ്പോഴാണ് നേരം വിളിച്ചത്. അത് എന്നോ തുടങ്ങിക്കണു. അത് നമ്മളെ നാട്ടിൽ 2-3 ആൾക്കാരുള്ളൂ, മറ്റൊക്കെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ പ്രായക്കാർക്കാണ് കുറ്റം. എന്നാ ബെന്റ് വലിയോലാണേ. കോമോക്ക എവിടുന്ന് കൊണ്ടുവന്ന് കയറി വരുന്നോ? ഞാനേ എന്റെ മച്ചുന് എമ്മറാജി ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങിക്കണു, അതൊന്ന് കാണാൻ പോയതായിരുന്നു. അല്ല തന്തേ, നിങ്ങൾ വൈക്കാം ഇവിടെ കാണില്ലല്ലോ. ഞാനിപ്പോ ഇവിടെ അങ്ങനെ ഉണ്ടാവില്ലടാ. മഞ്ചേരിയിൽ നമ്മളെ ആചാര ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ട് മോൾക്ക്. അപ്പൊ അതിന്റെ മേൽനോട്ടും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ പോകാം. അപ്പൊ ഇങ്ങോട്ട് വരാൻ ഒഴിവ് കിട്ടലില്ല, അതുകൊണ്ടാണ്. ആചാരേ പുറത്തെ ചുറ്റുപാട് നോക്കാൻ നിങ്ങളുണ്ടല്ലോ, പിന്നെ പെരീത്തെ കാര്യങ്ങളൊക്കെ നോക്കാം ഡ്രൈവറായ അബ്ബാസും ഉണ്ടല്ലോ. എന്താണ് അജ്ജി ഒരു അർത്ഥം വെച്ചുകൊണ്ട് ഇങ്ങനെ പറയണ്ട്? പറയാണ്ട് തെളിച്ചു പറയാം. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ല കോമോക്കാം. ആചാര്യ എന്നോട് ഇൻവെർട്ടർ കേടുന്നിട്ട് നന്നാക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഞാനവിടെ ചെന്നു, ആചാര്യ കാണാനില്ല. മുന്നിലെ വാതിൽ തുറന്നിട്ട് ചെയ്തേക്കണം. ഞാൻ എത്തിപ്പാളി നോക്കുമ്പോണ്ടേ അബ്ബാസ് കോണിമ്മ നിൽക്കണം. ആ കോണി പിടിച്ച് താത്തി നിൽക്കുന്നുണ്ട്. ഇന്നെ കണ്ടോട് കൂടി രണ്ടാക്കും ഒരു ജായി. ഇച്ച കണ്ടപ്പോ ഇച്ചാണ്ട് പോണ്ടില്ലേന്ന് തോന്നി. അതിപ്പോ ഓളാ കോണി പിടിച്ചു കൊടുത്തിട്ടുണ്ടാവും വെളിപ്പെടാൻ കാര്യപ്പോളേ ഈ ഗ്രാനൈറ്റ് തേക്കണ്ടാച്ചിട്ട്. അതിനെന്താത്തിന് ഇത്ര കുഴപ്പം? സാധാരണ എല്ലാ പേരയിലും സഹായിക്കണമാതിരി ഓളും സഹായിച്ചു കൊടുത്തു. അത് മാത്രല്ല കോമോക്കാം, ഒരു ദിവസം ഉണ്ടോ ഒരു വണ്ടിയിൽ പോകണു. ഡ്രൈവർ സീറ്റിൽ അബ്ബാസുണ്ട്, അപ്പുറത്ത് താത്തിയുണ്ട്. എന്തോ ഒരു കളിയും ചെറിയും. ആചാരം ഞാൻ അതിൽ കണ്ടില്ല. ഇതൊക്കെ പാടെ ഞാൻ കൂട്ടി യോജിച്ച് നോക്കുമ്പോഴേ എന്തൊക്കെയോ ഒരു പന്തികേട്. അനക്ക് മാത്രല്ല ഈ പന്തികേട് നോക്കി നടക്കണ കുറെ ആൾക്കാരുണ്ട്, ഓൾക്കൊക്കെ അങ്ങനെ തന്നെ തോന്നുള്ളൂ. ആചാരേ ആദ്യത്തെ പെണ്ണുങ്ങളിലല്ല മരിച്ച അജുമാത്ത എന്ത് നല്ല മനുഷ്യത്തിയതും. ഇപ്പത്തെ പെണ്ണുങ്ങളെ അത്ര പോരാന്നൊരു തോന്നലിച്ച്. അജ്മദാത്തജ്ജ് പറഞ്ഞാൽ തന്നെ നല്ല മനുഷ്യത്തിയെന്നു. ഇതും വലിയ കുഴപ്പമൊന്നുമില്ല, അത് എന്റെ തോന്നലാണ് കുട്ടിയെ. ഏതായാലേ ഡ്രൈവർ ചക്ക അവിടെ നല്ല പവർ എടുക്കലാണ്. നിങ്ങൾ പുറംപണിയായിട്ട് ഇങ്ങനെ നടന്നോളിട്ടാ. എത്ര കൂട്ടി കെട്ടിയാലും കംപ്ലീറ്റ് ഈ ആവല് വന്ന് കടന്ന് നാസാക്കുകയാണ്. ഈ കൂടെ അങ്ങോട്ട് കടക്കണമെന്നാവതിറ്റങ്ങളൊക്കെ പാടെ. എത്ര വലൈക്കും സലാം. റംബൂട്ടാനൊക്കെ നല്ല വില ഉണ്ടല്ലോ, 100-300 റുപ്യ കിട്ടുമല്ലോ. അത്യാവശ്യം കായ്ച്ചിക്കണല്ലോ. എത്ര റംബൂട്ടാന് പെരി തന്നെ തിന്നാൻ കിട്ടണില്ല. ആ ബലട്ടിട്ട് പോലും ആവൽ അതിന്റെ ഉള്ളിൽ കൂടി വന്ന് മുഴുവൻ കൊണ്ടുപോവാണ്. അല്ല വണ്ടി പെടുത്തി അബ്ബാസ് എടുക്ക് പോയി. ഓനും എന്റെ പെണ്ണുങ്ങളും കൂടി കോഴിക്കോട് മാളിക്ക് പോയതാണ്. ഇവിടുത്തെ മാളൊന്നും ഓക്ക് പറ്റൂല. ഇനി നാട്ടപ്പാതിരാവും അങ്ങോട്ട് കാര്യം വരുമ്പോ. ഏതായാലും നിങ്ങക്കേ
ഓന്റെ മകൻ ഡ്രൈവറെ കിട്ടി നന്നായി. അല്ല നമ്മളൊരു കാര്യം ഇരിക്കല്ലേ കേറി ഇരിക്കുന്നല്ലേ ആചാര്യ, എന്നെപ്പോ നിങ്ങക്ക് മനസ്സിലാക്കണം. ഇച്ച് മനസ്സിലായിക്കണടാ, മരിച്ച മെയ്തോജിന്റെ മോൻ അനീഫല്ലേ, ഈ ഗൾഫൊക്കെ ഒഴിവാക്കിപ്പോ ഇവിടെ കൂടിയിക്കണ. മൂപ്പര് ഗൾഫൊക്കെ നിർത്തിയിക്കണേ. മൂപ്പര് ഒരു കാര്യം പറയാനേ ഞങ്ങളോട് പോന്നത്. അതെന്താടാ കാര്യം? അത് ആചാര്യ, നമ്മളെ അരിച്ചോളിലുള്ള റോഡ് സൈഡിലുള്ള സ്ഥലല്ലേ, അത് നിങ്ങളെ ലീസിന് കൊടുക്കണ്ടോന്ന് ചോദിച്ചാൻ വേണ്ടി വന്ന. അതാ ചാപ്പനങ്ങാടിയിലുള്ള കുഞ്ഞാവേ പെട്രോൾ പമ്പ് തുടങ്ങാൻ ചോദിച്ചേക്കും. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ കൊടുത്തക്കണം ആചാര്യ? അത് പെട്രോൾ പമ്പ് ആവുമ്പോ അതിന്റെ ചുറ്റോടിയിട്ട് പാർക്കണവർക്കൊക്കെ ഒരു അസൗകര്യം ഉണ്ട്, അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. അയൽവാസികൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും വകുപ്പാണെങ്കിൽ ഞാൻ കൊടുക്കേനല്ല. ഞാനേ ആർക്കും ശല്യമില്ലാത്ത രീതിയില് നമ്മളെ വിദേശ ചെടികൾ കൊടുത്തിട്ട് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദിക്കേണ്ടത്. അത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. പറ്റുമെങ്കിൽ ഞാൻ എടുത്തോളാം. അത് തെറ്റൊന്നുമില്ല. ഈ ചെടികളൊക്കെ കൊടുന്നെച്ചാൽ ഈ പെരിച്ചായി മാന്തലൊക്കെ ഉണ്ടാവോ? അതിനെ പറ്റി നിങ്ങൾ പേടിച്ചണ്ട ആചാര്യ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങളൊരു മാന്യമായ റേറ്റിനെ മൂപ്പർക്ക് കൊടുക്കും. നല്ല ഇൽക്ക് പോവുകയാണെങ്കിലേ 10 കൊല്ലത്തിന് എഗ്രിമെന്റ് എഴുതിക്കോളി. എനിക്ക് പെരിന്തൽമണ്ണ, മഞ്ചേരി, അരീക്കോടും ചെർപ്പശ്ശേരി ഒക്കെ ബിൽഡിങ്ങുകളും പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഇൽക്കാണ് പോണത്. ഇവിടെ നിങ്ങൾ ഇന്നെ പറയിപ്പിക്കരുത്. കോമാക്ക, ഞാൻ നിങ്ങളോട് ആചാര്യ അവിടുന്ന് പറണ്ടാച്ചിട്ടേന്ന്. നമ്മളെ ഈ ഇടക്കരുള്ള സ്ഥലം ഉണ്ടല്ലോ ആചാര്യ, അത് നിങ്ങള് കവുങ്ങും ആ കുരുകളൊക്കെ പാടെ പാട്ടത്തിന് കൊടുത്തേക്കണില്ലേ, അത് എത്ര ലക്ഷം റുപ്യൊക്കെ കൊടുത്തേക്കണ്ടത്? അതൊക്കെ എന്തിനാ വിചാരിണ്ട്? ഞാൻ ആചാര്യോട് പറഞ്ഞേക്കല്ലോ, അന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താ? അതൊക്കെ ഞാൻ അറിഞ്ഞേക്കണു. തേങ്ങടാൻ വരേണ്ട അരിയാട്ടം എന്നോടൊക്കെ പറഞ്ഞേക്കണു. 4 ലക്ഷം റുപ്യക്കല്ല നിങ്ങളെ പാട്ടം കൊടുത്തേക്കേണ്ടത്. എന്നിട്ട് ആചാര്യോടെ എത്ര റുപ്യ നിങ്ങൾ പറഞ്ഞേക്കേണ്ടത്? 3 ലക്ഷം റുപ്യ. 1 ലക്ഷം റുപ്യ പിന്നെ എടുക്കാൻ പോയത്? 1 ലക്ഷം റുപ്യ ഞാൻ എടുത്തു. അതിനെന്താ തെറ്റ്? മറ്റായിരുന്നല്ലോ, എന്റെ മച്ചുനന്റെ അല്ലേ? നിങ്ങളെ മച്ചുണിയാൻ്റെ ആണ്, നിങ്ങൾ എടുത്തോളി, അതിനൊന്നും തെറ്റില്ല. നിങ്ങളിത് കട്ടെടുക്കും പോലെയാണ് എടുക്കേണ്ടത്, അതൊരു ചോദിച്ചു കാണല്ലോ എടുക്കേണ്ടത്. അത് ഞങ്ങൾ തമ്മിലായിക്കോളാം. മൂപ്പർക്ക് എന്നെ നല്ല വിശ്വാസമാണ്. അനക്കിപ്പോ എന്തായാലും നഷ്ടമുള്ളത്? എനിക്കൊരു നഷ്ടമില്ല, ആചാര മുതലൊക്കെ തന്നെയാണ്. പക്ഷെ അയാളെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നടത്തലുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തേക്കണമെന്ന് ഞാൻ അറിഞ്ഞേക്കണമെങ്കിലേ അയാളോട് ഞാനത് പറയണം, അല്ലെങ്കിൽ ഞാൻ അയാളോട് ചെയ്തിന്റെ ഒരു ചണ്ടിത്തരാണ്. നിങ്ങൾ അതിന്റെ പുറത്തേ ആ ഓന്റെ അടുത്ത് നിന്ന് കുറെ കമ്മീഷനും വാങ്ങിക്കണില്ലേ, കമ്മീഷനുകൾ വാങ്ങിക്കോളൂ. നിങ്ങളൊരു ഏർപ്പാട് നടത്തിയതാണ്. പക്ഷെ ഈ ഒരു പൈസ എടുത്ത് നിങ്ങൾ ശരിയല്ല കേട്ടോ. നിങ്ങളെ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്താൽ ദഹിച്ചിട്ടാക്കാം. ഇജിന്നെ അക്കും മാത്രമൊന്നും പഠിപ്പിച്ചേട്ടാ. ഇജി എന്നെ കുറിച്ച് പറയാൻ നിന്നാലേ അന്നെ കുറിച്ച് എനിക്കും കുറെ കാര്യങ്ങൾ പറയാണ്ടാവും. അത് ഓർത്തോണ്ടി. ഇന്നെ പറ്റി അങ്ങനെ ഒന്നും പറയാണ്ടാവില്ല കോമാക്ക. ഞാൻ ഒരാളെ മുതലേ വെറുതെ എടുക്കലില്ല. അയാൾ എനിക്ക് ചോദിച്ചാൽ തന്നെ എന്ത് വേണമെങ്കിലും തരും, തന്നിട്ടുമുണ്ട്. ഇജി കൊത്തി കൊത്തി മുറത്തുകാരി കൊത്തൊന്നും വേണ്ട. മര്യാദക്ക് എന്നോട് പറഞ്ഞ പണിയെടുത്ത് അവിടെ നിന്നോ, അല്ലെങ്കിൽ എനിക്കതൊക്കെ ദോഷം ചെയ്യും. എനിക്ക് അവിടെ പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലേ നിങ്ങൾ ഈ ചെയ്ത കാര്യം ഉണ്ടല്ലോ, ഞാൻ ആദ്യം എന്തായാലും ആചാര്യോട് പറയും. ഇജി ഊസറുള്ള ആൺകുട്ടിയാണെങ്കിൽ ഒന്ന് പോയി പറഞ്ഞോക്കടാ. അപ്പൊ അറിയാം എനിക്ക് ഹോം വരാന്നുള്ളത്. എനിക്കും ചിലത് പറയാണ്ടോ അപ്പൊ അവിടെ ഓരോ അലക്കും ചെറ്റൂല. നിങ്ങൾ ആ ശ്വാസമുട്ടലിന് ഒരു മാറ്റം ഇല്ലല്ലോ. ആ ഡോക്ടർ ഒന്നും കൂടി പോയി കാണണം. മരുന്നൊക്കെ കഴിഞ്ഞു ഗുണേരോ? അത് പോവാനേ ബീസ്, ഇതിപ്പോ ഇടക്കിടക്ക് ഉണ്ടാവണ്ടല്ലേ. ഇതിനൊക്കെ ഡോക്ടറെ അടുത്തൊക്കെ വായ നിന്നാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അതങ്ങനെയാണ് മാറിക്കോളും. വൈകുന്നേരടി ഈ ആടാളെ ഏറ്റിച്ച് പറമ്പക്ക് പോകാൻ വെച്ച ഈ കിതപ്പ് കൊണ്ട് കൂടുക അറ്റങ്ങളപ്പം നടന്നാൽ ഇജ്ജേ ഇന്നലെ കൊടുന്നുവെച്ചാൽ ഇലാളില്ലേ, അതൊക്കെ ഒന്ന് അറ്റം കിട്ടുകൊടുത്താണ്ടി, എന്നിട്ടൊന്ന് വെള്ളം കാട്ടിക്കാണ്ടി. ഈ നാളെ രാവിലെ നോക്കാം. നിങ്ങൾക്ക് വെച്ചെങ്കിൽ ഇപ്പൊ അറ്റങ്ങളെ വിടണ്ട, നീ നാളെ രാവിലെ വിടാം. പിന്നെ ആ പെണ്ണിന് ഇപ്പൊ 8ാം മാസം ആയിക്കണേല. ആ ആസ്പത്രിയിലൊന്നും കാട്ടണ്ട, ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണല്ല ആ പെണ്ണിനെ. കഴിഞ്ഞ മാസേ അബ്ബാസ് ആചാരോടുന്ന് കാറ് കൊടുക്കാണ്ട് അതിലല്ല ഓളെ കൊണ്ടുപോയിരുന്നത്. ഓനോട് ഒന്നും കൂടി പറഞ്ഞാൽ ആ കാർ ഏറ്റൊന്ന് വരാന്, പിന്നെ അതിലാണ് പോയാൽ മതിയല്ലോ, എന്നാൽ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ ഓൾക്കും. ഞാനും പറഞ്ഞു അബ്ബാസിനോട് ആ കാര്യം. അപ്പൊ ഓൻ പറയാണേ ആചാരം വണ്ടിയൊന്നും എടുക്കാൻ പറ്റൂല, ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ് പൊയ്ക്കോളിന്നാ പറഞ്ഞത്. പിന്നെ 2 ദിവസമായിട്ട് ഓന് അങ്ങോട്ട് പണിക്ക് പോക്കും കാണാനില്ല, എന്തേന്നാവോ. ഓൻ ഒരു ലീവും ആക്കാത്താണല്ലോ, എന്നും ആചാരോടെയാണ്. ഇവിടുത്തെ ഒരു പണിക്കുപോയി ഓനെ കിട്ടലുമില്ല. എന്തേപ്പ അങ്ങനെയൊക്കെ ആയിപ്പോ? എന്താന്നറിയില്ല, 2 ദിവസമായിട്ടേ ഓനൊരു മുണ്ടാട്ടൊക്കെ കുറവാണ്. എന്നിട്ട് പോയി എവിടക്കപ്പോ പോയടി? ഓനേ മയമുട്ടിന്റെ ചെക്കൻ വന്നീന്നു. ഓ 2 ആളാണ് ഇറങ്ങി പോണുണ്ടു. ഇങ്ങനെ ടെൻഷനായി നടന്നിട്ട് ഒരു കാര്യമില്ല അബ്ബാസെ. ഇജ്ജ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലേ എന്തിനാ ഇങ്ങനെ ബേജാറാണ്ട ആവശ്യം? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലടാ, അത് എനിക്കും പഠിച്ചോനും അറിയാം. പക്ഷെ അയാൾക്ക് ഇന്നെ ഭയങ്കര സംശയമാണ്. അയാൾക്കൊരു സ്വഭാവമുണ്ട്, അയാൾക്ക് സ്നേഹിച്ച അയാൾ നക്കി കൊല്ലും, വെറുത്താൽ അയാളെ നെക്കി കൊല്ലും എന്ന് പറഞ്ഞ ടൈപ്പാണ്. അയാളെ സ്വഭാവം എനിക്കറിയാം. ഇജ്ജ് ഇങ്ങനെ ഇത് വൈകിച്ചാലേ ഞാൻ വലിയ പ്രശ്നത്തേക്ക് വരും.
ഇജ്ജ് എത്ര ദിവസമായി അയാളെ പെരേക്ക് പോയിട്ട്? ഞാനിപ്പോ അങ്ങോട്ട് പോയിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞടാ. കൊറേ ദിവസം നിന്നിട്ട് അയാൾക്ക് സംശയം കൂടല്ലുള്ളൂ. അജ്ജ് തെറ്റുകാരനല്ലേ, ഇജ്ജ് അയാളുടെ അടുത്ത് പോയി പറയേ. അതല്ലേ വേണ്ടത്? ഇങ്ങനെ പെരയിൽ അടച്ചിരിക്കലാ? എനിക്ക് അയാളുടെ അടുത്ത് പോവാനേ മടിയാണടാ. പിന്നെ ആ താത്താന്റെ മുഖം കാണുക അത് അതിലേറെ അടങ്ങാറാണ്. ഇജ്ജ് അങ്ങനൊന്നും പറഞ്ഞാൽ ശരിയാവൂല. അനക്ക് തോന്നില്ലേ അന്ന അയാൾക്ക് സംശയം ഉണ്ടെന്നല്ലേ? അങ്ങനൊന്നും സംശയിച്ചിട്ടും കൂടി ഉണ്ടാവൂല. ഇജ്ജ് വേണ്ടതേ അയാൾ ധൈര്യമായിട്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് എന്റെ കാര്യങ്ങൾ പറയാം. ആ താത്തി ഉണ്ടാവില്ല വിഷമിക്കണ്. പിന്നെ അതുമല്ല, ഇത് നാട്ടില് മൊത്തം പാട്ടാവും. ആ മച്ചുണിയുണ്ടല്ലോ അയാളെ മൊത്തം കൊട്ടിപ്പോടുകയാണ്. അതിന് മുമ്പ് ഇതെങ്ങനെ ഒതുക്കി തീർക്കാൻ നോക്കാം. ഏതായാലും ഇജ്ജ് പറഞ്ഞ മാതിരി ഒന്ന് പോയി നോക്കട്ടെ. എന്താ സംഭവിച്ചാന്ന് പഠിച്ചോനെ അറിയുള്ളൂ. പോയി നോക്കാം കേട്ടാ. നമുക്ക് വൈകുന്നേരം കാണാം. ആയിക്കോട്ടെ. ആചാര്യ ഞാൻ വെറുതെ പോന്നതാണ്. നിങ്ങൾ കേട്ടതൊന്നേ സത്യമല്ല കേട്ടോ. എന്റെ മച്ചുനെ പറഞ്ഞത് സത്യാണ്. ഓല്ലാത്ത പറയില്ല. പ്രത്യേകിച്ച് എന്റെ കുടുംബത്തെ പറ്റിയിട്ട് ഓക്കുള്ള ഞാൻ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇജ്ജ് വരാൻ വേണ്ടി കാത്തിരിക്കാനുള്ള ഇജ്ജ് ഇന്നത്തെ ചണ്ടിത്തരം ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. അന്നൊരു സമ്പളക്കാരനായിട്ടല്ല ഞാൻ ഇവിടെ കണ്ടീന്റെ, സ്വന്തം മോനെ പോലെ ആയിരുന്നു. ഈ അന്നിനെ അന്ന് ഇവിടെ കൊല്ലും. ഒരാളോട് ചോദിച്ചാൽ വരൂല. ഓനെ തല്ലും കൊല്ലൊന്നും വേണ്ട. ഓനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതൊക്കെ നിങ്ങളെ മച്ചുണിയെ പറഞ്ഞുണ്ടാക്കിയതാണ്. അതിനൊരു കാരണമുണ്ട്. അത് എന്താണ് കാരണം? നിങ്ങളെ മച്ചുണിയനാണ് പല വട്ടം എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളത്. നിങ്ങൾ ഇല്ലാത്ത നേരത്തെ അവിടെ വരുമ്പോഴേ ഞാൻ വെള്ളം കൊണ്ട് കൊടുക്കുമ്പോഴേ എത്ര പ്രാവശ്യം എന്റെ കജിമ പിടിച്ചിരിക്കണെന്ന് അറിയാം. നിങ്ങളെ കുടുംബം കൊണാക്കണ്ട വെച്ചിട്ട് ഞാൻ മുണ്ടാതെ നിന്നതാണ്. നിങ്ങളെ മച്ചുണിയന്റെ തനി സ്വഭാവം ഞാൻ 4 ആളറിയട്ടെ. ആചാര്യ ഞാൻ നിങ്ങളെ എന്റെ ഉപ്പാന്റെ മാതിരിയാണ് കരുതിക്കിട്ടെ. തിരിഞ്ഞ എന്റെ ഉമ്മായിട്ടാണ് കരുതിക്കേണ്ടത്. നിങ്ങൾ തേങ്ങി തന്നൊരു വണ്ടിയാണ്. തിരിച്ചാവി നിങ്ങൾ വെച്ചോളൂ. ഞാൻ ഏതായാലും നിങ്ങളെ പണിക്ക് നിൽക്കണം. ഞാൻ പോവാ. പൊന്നാര മക്കളെ, അബ്ബാസിന് വന്ന സ്ഥിതി ആർക്കും വരരുത് കേട്ടോ. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു എതിരുണ്ടെങ്കിൽ ഓൻ്റെ പേർക്ക് എന്തെങ്കിലും ഒരു അപവാദം ഉണ്ടായിക്കാണ്ട് നാട്ടിൽ മുഴുവൻ പരത്തിക്കാണ്ടേ ആ ഒരു കുടുംബം ഇല്ലാതാക്കുക. ഓൻ നല്ല രീതിയിൽ പണിയെടുത്ത് പോകേണ്ട ആ കുടുംബത്തിൽ ഓരോരോ ദുഷിച്ച വർത്താനം പറഞ്ഞുകാണ്ട് ആ കുടുംബം കലക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് നിങ്ങൾ ആരും ചെയ്യരുത്. നല്ല രീതിയിൽ എല്ലാവരോടും സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ നോക്കി. അതാണ് ഈ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.